പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പൂനെയിലാണ് ഉള്ളത്. ഗുജറാത്തിൽ നിന്ന് പൂനെക്ക് വന്നു. ഇനി കുറച്ച് നാൾ നമ്മൾ ഇവിടെ കാണും. അപ്പോൾ നമ്മുടെ പൂനെ മഹാരാഷ്ട്ര എപ്പോഴും നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്, ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റായിട്ട് പോകുന്നത് നമ്മുടെ ഏഷ്യയിൽ തന്നെ വണ്ടികളൊന്നും വരാത്ത സ്ഥലമായിട്ടുള്ള മത്തേറിലോട്ടാണ്. ഇപ്പോൾ രാവിലെ 5:15 സമയം. നമുക്കിവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഫുൾ ഡീറ്റെയിൽസ്, എങ്ങനെ ട്രാവൽ ചെയ്യണം, ബഡ്ജറ്റ് എങ്ങനെ വരുന്നു, ഏതൊക്കെ പ്ലേസാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മളും കുറച്ച് വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ബെസ്റ്റ് പ്ലേസ് ചൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മത്തേരം പോവാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാം, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ശിവജി നഗറിൽ നിന്നാണ്, അതായത് പൂനെ സൈഡിൽ നിന്നാണ് നമ്മൾ മത്തേറിലോട്ട് പോകുന്നത്. അപ്പോൾ മത്തേറിലോട്ടുള്ള നിയറസ്റ്റ് സ്റ്റേഷനാണ് നെരാൾ. നെരാളിലോട്ട് നമുക്ക് പൂനെന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അത് കാരണം കൊണ്ട് നമുക്ക് കർജത്താണ് നിയറസ്റ്റ് സ്റ്റേഷൻ. അവിടെ നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കണം. അപ്പോൾ പൂനെന്ന് വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്രസ്സുകളാണ് വരുന്നത്. അതായത് പൂനെന്ന് ഈ കർജത്തിലോട്ട് ഓൾമോസ്റ്റ് ഒരു 2 hours 1 hour 48 minutes ജേർണി ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് വരുന്നത്, എക്സ്പ്രസ് കാണിച്ചിട്ടുണ്ടെങ്കിലും. ഇനി നമ്മൾ മുംബൈയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ നെരാൾക്ക് ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ അവൈലബിൾ ആണ്. 2 hour ജേർണിയാണ് വരുന്നത്. പോണ വഴിക്ക് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല മഴ ടൈമിൽ, അതായത് മൺസൂൺ ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഈ നമ്മുടെ വെർ ഈസ് മൈ ട്രെയിനിൽ ടൈം, അതായത് ട്രെയിനിൻ്റെ ടൈം നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ കർജത്തിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചു. ലോക്കൽ ട്രെയിനിൽ സെക്കൻഡ് സ്റ്റോപ്പാണ് നെരാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വെർ ഈസ് മൈ ട്രെയിനിൽ നോക്കുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ടൈം കിട്ടും. ഏറ്റവും നേരത്തെ ഏത് ട്രെയിനാണോ കിട്ടുന്നത് അതിന് കയറാം. ഞങ്ങൾ 6:05 സിംഗ്ബാദ് എക്സ്പ്രസ്സിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെരാൾ ജംഗ്ഷനിൽ എത്തി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മത്തേറിലേക്കുള്ള ടോയ് ട്രെയിൻ അവൈലബിൾ ആവുന്നത്. പക്ഷേ മൺസൂൺ ടൈമായ കാരണം കൊണ്ട് ടോയ് ട്രെയിൻ ഓപ്പൺ അല്ല. നമുക്ക് അമാൻ ലോഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ടോയ് ട്രെയിൻ കയറാൻ പറ്റുള്ളൂ. ഇത് അപ് ടു മൺസൂൺ കഴിയണ വരെ ഈ ടോയ് ട്രെയിൻ നെരാളിൽ നിന്ന് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു നെരാൾ ജംഗ്ഷനിൽ ഇറങ്ങി. ഇവിടുന്ന് നമുക്ക് ടാക്സി അവൈലബിൾ ആണ്. ഈക്കോ ടാക്സിയാണ് എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇതിൽ ഒരാൾക്ക് 100 രൂപ എന്നുള്ള നിരക്കിൽ നമ്മളെ അമാൻ ലോഞ്ചിൽ എത്തിക്കും. അതായത് വെഹിക്കിൾ എവിടെ വരെയാണോ ലാസ്റ്റ് പോവുക അവിടെ വരെ നമ്മൾ എത്തിക്കും. നല്ല ഹൈ റേഞ്ചൊക്കെയുള്ള വഴികളാണ്, നല്ല സ്പീഡിലൊക്കെയാണ് കേട്ടോ ഡ്രൈവർ പോകുന്നത്. അപ്പോൾ നല്ല കാഴ്ചകളും നല്ല കാട്ടിക്കോടൊക്കെ നല്ല കോടമഞ്ഞൊക്കെ കൊണ്ട് കുറേ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഷെയർ ടാക്സി ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ വേറെ ആൾക്കാരൊക്കെ കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാൾക്ക് 100 രൂപ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ അമാൻ ലോഞ്ചിലോട്ട് എത്തി. ഇവിടുന്ന് നമുക്ക് മത്തേറിലോട്ട് ഒരുപാട് ഓപ്ഷൻസിൽ പോകാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് ടോയ് ട്രെയിൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓട്ടോ, അല്ലെങ്കിൽ ഹോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് നടന്ന് പോകാൻ പറ്റും. നടന്ന് പോകുമ്പോൾ നമുക്ക് ഈ ട്രാക്ക് കൂടി നടന്ന് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസിനായിട്ട് ഒരു 50 രൂപയുടെ ഒരു പേഴ്സൺ 50 രൂപ ചാർജായിട്ട് നമുക്ക് ഒരു എൻട്രി പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ലേഡീസിനൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മത്തേറിൽ ടോയ്ലറ്റ് സർവീസസ് അവൈലബിൾ കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു അമാൻ ലോഞ്ചിൽ നമുക്ക് ടോയ്ലറ്റ് സർവീസസ് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഈ അമാൻ ലോഞ്ചിൽ നിന്ന് 35 രൂപയുടെ ഒരു ചാർജ് 35 രൂപയാണ് നമുക്ക് ഓട്ടോൻ്റെ ചാർജ് വരുന്നത്. അവിടെ നിന്ന് ഒരു ഓട്ടോയും എടുത്ത് നമ്മൾ നേരെ മത്തേരൻ മാർക്കറ്റിലോട്ട് പോവാണ്. പോണ വഴി നല്ല രസമാട്ടോ, ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്. ഗൈസ്, നമ്മളങ്ങനെ മത്തേരനിലെത്തി. ഇപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഓട്ടോയിൽ വരുമ്പോൾ പറഞ്ഞായിരുന്നു 5:20 ലാസ്റ്റ് ട്രെയിൻ, ടോയ് ട്രെയിൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോയിന്റ്സ് ഒക്കെ കണ്ടു തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ലൂയിസ പോയിന്റ്, കിങ് ജോർജ് പോയിന്റ് എന്ന് പറഞ്ഞ എക്കോ പോയിന്റ്. അങ്ങനെ ഒരു 3-4 പോയിന്റ് ഒരുമിച്ചുണ്ട്. അവിടോട്ട് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ്. മറ്റേ 1 ടൈം യൂസബിൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല ക്ലൈമറ്റാണ്, നല്ല കിടിലനാണ്. ഈ സമയത്താണ് ഇവിടെ ശരിക്കും സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ മഴയൊക്കെ കൊണ്ട് നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ഗൈസ് നമ്മുടെ വേ. ലെറ്റ്സ് ഗോ. നല്ല നിഗൂഢത നിറഞ്ഞ വഴികളാണ്. നമ്മൾ മത്തേരൻ മാർക്കറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ഒരു പോയിന്റ്, അതായത് എക്കോ പോയിന്റ് നമുക്ക് 2.4 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടോട്ടാണ് ആദ്യം പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്ഥലങ്ങളിങ്ങനെ നടന്ന് കാണണം, അല്ലെങ്കിൽ നമുക്ക് ഹോഴ്സ് എടുക്കാൻ പറ്റും, ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റും. പോണ എല്ലാ വഴിയിലും നമുക്കിങ്ങനെ സൈൻ ബോർഡും കാണും കേട്ടോ, ഏതൊക്കെ പ്ലേസസ് എത്രയൊക്കെ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് എക്കോ പോയിന്റിനേക്കാളും മുന്നായിട്ട് കിങ് ജോർജ് പോയിന്റ് നമ്മൾ കണ്ടത്. അപ്പോൾ അതും നമ്മുടെ ലിസ്റ്റിലുള്ള കാരണം കൊണ്ട് നമ്മൾ എന്തായാലും ആദ്യം കിങ് ജോർജ് പോയിന്റിലോട്ട് പോകാമെന്ന് വെച്ചു. നല്ല രസമാണ് കേട്ടോ, വഴികൾ ഫുള്ള് ഇങ്ങനെ ഫോഗായിട്ട്. പിന്നെ നല്ല ഷൂസോ ചപ്പലോ ഇട്ടിട്ട് വരാം, കാരണം വഴിയൊക്കെ നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ കിങ് ജോർജ് പോയിന്റ്. കിങ് ജോർജ് പോയിന്റിലാണ് നമുക്കൊരു കോൺ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് ഫുള്ള് ഇങ്ങനെ ഫോഗായിട്ടിരിക്കുകയായിരുന്നു. നമുക്കിവിടെ നിന്ന് ഒറ്റ വ്യൂവും വിസിബിൾ അല്ലായിരുന്നു. ഒരു കൈലാസത്തിലായിരുന്നു നമ്മൾ. ഇതാണ് കേട്ടോ നമ്മുടെ കിങ് ജോർജ് പോയിന്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പോയിന്റിൽ ചെന്നാലും ഫോഗ് കാണിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോഗൊക്കെ ഒന്ന് മങ്ങി ഇതുപോലുള്ള അടിപൊളി വ്യൂ കിട്ടി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു അരമണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത്. നമുക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഇത്രയും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും അടിപൊളി വ്യൂ കണ്ടൊരു സമയമാണ്. ഇവിടെ ഫുൾ ഞാൻ കൈലാസത്തിൽ നിൽക്കണം പോലെയാണ് നിൽക്കുന്നത്. അത്ര അടിപൊളിയായിരുന്നു. ഇവിടെ നമുക്കൊരു കുഞ്ഞൊരു കോൺ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോണും കഴിച്ച് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കിങ് ജോർജ് പോയിന്റിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്കിങ്ങനെ റിവേഴ്സായിട്ട് കാറ്റ് വീശുന്നത്. അപ്പോൾ ഫുൾ സാധനങ്ങളൊക്കെ ഈ കാറ്റിൻ്റെ ശക്തിയിൽ ഫുള്ളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെ കുറേ വാട്ടർഫോൾസ് ഇങ്ങനെ താഴേക്ക് പോണ കാരണം നമുക്കൊരു റിവേഴ്സ് വാട്ടർഫോളും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മുകളിൽ നിന്നല്ല, താഴെ നിന്നാണ് വെള്ളം ഫുള്ളിങ്ങനെ എന്താ പറയുക സ്പ്ലാഷ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കൃത്യം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫുൾ വാട്ടർ ഇങ്ങനെ മുകളിലോട്ടാണ് സ്പ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിങ് ജോർജ് പോയിന്റിൽ നിന്ന് നേരെ നമ്മൾ ആ ഒരു സ്റ്റെപ്പും കയറി നമ്മൾ പിന്നീട് എത്തുന്നത് നേരെ അവിടെ നിന്ന് നമ്മൾ എക്കോ പോയിന്റിലോട്ടാണ് കേട്ടോ എത്തുന്നത്. എക്കോ പോയിന്റിലേക്കും പോണ വഴികളൊക്കെ ഫുൾ രസമാണ്. അവിടെയും നല്ല മഴയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഈ ഫുള്ളിങ്ങനെ 360 ഡിഗ്രിയിൽ നമുക്കിങ്ങനെ ഈ മൗണ്ടെയ്ൻസും വാട്ടർഫോളോട് കൂടിയിട്ടുള്ള മൗണ്ടെയ്ൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതും നല്ലൊരു പോയിന്റാണ്. ഇതാണ് എക്കോ പോയിന്റ്. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലൂയിസ പോയിന്റ് ആണ്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഡേക്കുള്ളിൽ നല്ല നല്ല സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോയ കിങ് ജോർജ് പോയിന്റ്, എക്കോ പോയിന്റ് കിടിലനായിരുന്നു ഗൈസ്, കിടിലനായിരുന്നു. അവിടെ തന്നെ നമ്മളൊരു 1 അവറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ലൂയിസ പോയിന്റ് ആണ് പോകുന്നത്. പിന്നെയും നമ്മുടെ ലിസ്റ്റിൽ 2-3 സ്ഥലങ്ങളുണ്ട്. നോക്കാം നമുക്ക് 5 മണിക്കുള്ളിൽ കണ്ടു തീരുമെന്ന്. ഞാൻ ഈ കോട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ കംപ്ലീറ്റ്ലി വെറ്റാണ്. എനിക്ക് അറിഞ്ഞൂടത് എങ്ങനെയാണ്. പക്ഷേ ദ വെദർ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു കാടും ഈ കോടയും ഈ മഴയും ഈ വൈബൊക്കെ എൻജോയ് ചെയ്യുന്നത്.
അപ്പോൾ മസ്റ്റായിട്ടും വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺസൂൺ ടൈമിൽ തന്നെ വരാം, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ലൂസ പോയിന്റിൽ കാണാം. ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, വെള്ളമുണ്ട്, കോടയുണ്ട്. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. ഒരു ഇരുട്ടായ സമയം പോലെയാണ് ഇവിടെ കാണുന്നത്. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ ലൂസ പോയിന്റിലോട്ട് എത്തി. ലൂസ പോയിന്റിലോട്ട് നമ്മുടെ എക്കോ പോയിന്റിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ നടക്കാനുണ്ട്. ഇവിടെ മറ്റ് ടൂറിസ്റ്റുകൾ വന്ന കുതിരയാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ കുറച്ച് നേരമൊക്കെ ഇതായിട്ട് കുറച്ച് നേരം കൊഞ്ചിച്ചൊക്കെ നിന്നു. നമുക്ക് ഇവിടെ നിന്ന് കുതിരേനെ എടുത്ത് നമുക്ക് തിരിച്ച് നടക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളൊരു പ്ലാൻ ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് കുതിരയെ കയറാമെന്ന്. നമ്മൾ കുതിരകൾ എവിടെയാണെന്നാണോ അവൈലബിൾ അവിടെ നിന്ന് കുതിരേനെ എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് റൈഡ് വരാൻ വേണ്ടിയിട്ട്. ലൂസ പോയിന്റ് എത്തിയപ്പോൾ തന്നെ ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര ഫോഗായിട്ട് ഇങ്ങനെ ഫുള്ള് ഭയങ്കര നൈസായിരുന്നേ. ഈ പോയിന്റ് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആണ്, കാരണം വ്യൂ കുറേ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു സൈഡ് ഫുൾ ലേക്കാന്നാണ് പറഞ്ഞു. നമുക്ക് നോക്കാം. ഫുള്ള് ഇങ്ങനെ കോടമഞ്ഞ് ആയിട്ടാണ് കിടപ്പ്. എന്തായാലും നമുക്ക് താഴത്തേക്ക് എത്താം. ടോപ്പിന്നുള്ളതാണ് വെള്ളം. പിന്നെ ഇങ്ങനെ റിവേഴ്സായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ റിവേഴ്സാണ് വെള്ളം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്ന. ആൻഡ് ഇതാണ് നമ്മുടെ ലൂസ പോയിന്റിലെ വ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല വ്യൂ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ലൂസ പോയിന്റിലാണ് കേട്ടോ. ഇവിടെയും നമ്മൾ വന്ന ടൈമിൽ കൈലാസം പോലെ ഫുള്ള് ഫോഗായിട്ട് കവർ ചെയ്ത് കിടക്കായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വ്യൂ കണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ താഴോട്ടേക്ക് നമുക്കിങ്ങനെ ക്യാമറ അങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ അപ്പുറത്ത് നമുക്കൊരു ലേക്കും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മത്തേരം വന്നിട്ട്. ലൂസ പോയിന്റ് കണ്ട് തിരിച്ചു മടങ്ങുമ്പോഴുള്ള റൂട്ടിൽ തന്നെയുള്ള പോയിന്റാണ് മലങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ അങ്ങനെ എന്താ പറയുക ഡെവലപ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ സ്റ്റെപ്സൊക്കെ ആയിട്ട് സ്റ്റെയറൊക്കെ ആയിട്ടും പിന്നെ ഇരിക്കാനുള്ള കുറേ പ്ലേസസ് ഒക്കെ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു മലങ് പോയിന്റ് എന്ന് പറഞ്ഞ്. ഇവിടത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് മലങ് പോയിന്റിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലൂസ പോയിന്റൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു എന്താ പറയുക ഒരു സർക്കിൾ പോലെയാണ്. അതിനകത്ത് നമുക്ക് ഓരോ പോയിന്റ് ഇങ്ങനെ കാണാം. ഇതാണ് നമ്മുടെ മലങ് പോയിന്റ് എന്നുള്ള വ്യൂവും. ഇപ്പം ഞാൻ അവിടെ നിന്ന് അടുത്ത പോയിന്റൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഹോഴ്സ് റൈഡിങ് ഒന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഭീകരമായ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ എല്ലാവരും പോകണം കണ്ടപ്പോൾ പോകണം എന്നൊരാഗ്രഹം. അങ്ങനെ അപ്പോൾ മത്തേരൻ ഒരു കിടിലൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തായാലും വരാം. പൂനെന്ന് ട്രെയിനുണ്ട്, 2 മണിക്കൂർ മതി ഇവിടെ എത്താം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൺ ഡേ സ്റ്റേ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പേര് സ്റ്റേ ചെയ്യുന്നുണ്ട്. ലോണാവാല പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഫൈനലി നമ്മൾ ഹോഴ്സ് റൈഡിങ് കൂടെ ചെയ്തേ ലേക്കിലും കൂടെ പോവാണ്. മലങ് പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി തിരിച്ച് മത്തേരൻ ടൗണിലോട്ട് തന്നെ എത്തി. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് പോണോ പോണ്ടേ എന്നുള്ള തീരുമാനം
ബാക്കിയൊരു 3 സ്ഥലം പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക ഒരു കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് കയറി. ഹോഴ്സ് റൈഡിങ്ങിന് ചാർജ് വരുന്നത് കേട്ടോ. നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഒരാൾക്ക് 400 രൂപ വന്നായിരുന്നു അങ്ങനെ ഒരു ഹോഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെയും എല്ലായിടത്തും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ബാർഗെയിനിങ് ചെയ്യൽ ഒരു മെയിൻ കാര്യമാണ്. അവർ ആദ്യം നല്ല റേറ്റൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ഇതും കൂടുതലൊക്കെ തന്നെയാണ്. പിന്നെ അവരുടെ ഒരു ജീവിതമാർഗ്ഗം ഇതാണല്ലോ, അപ്പോൾ നമുക്ക് വല്ലാണ്ട് കുറയ്ക്കാനും പറ്റില്ല. പക്ഷേ ഹോഴ്സ് റൈഡിങ് ഇതോടുകൂടെ എനിക്ക് അവസാനിപ്പിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര സ്കെയറി ആയിരുന്നു ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നത്. ഈ സ്കെയറി ആവാൻ 2 കാരണം കേട്ടോ. ഒന്നെന്ന് പറയുന്നത് റോഡ് ഭയങ്കര മോശമായിരുന്നു, ഒന്ന് ഡെപ്തിലോട്ടായിരുന്നു. പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്ട്ണർ കുതിര, ഞങ്ങൾ 2 കുതിര ഒരുമിച്ചാണ് പോകുന്നത്. പാർട്ട്ണർ കുതിര ഇത്തിരി ദേഷ്യത്തിലായിരുന്നു. ഇടയ്ക്ക് ഓരോ ചാട്ടങ്ങളും എൻ്റെ കുതിരയുടെ മേത്തേക്കൊക്കെ ഇടയ്ക്കൊരു വരവൊക്കെ ആയിരുന്നു. അത് കാരണം കൊണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ചായിരുന്നു ഞങ്ങൾ എത്തണ വരെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ആൻഡ് ദെൻ ഫൈനലി നമ്മുടെ പാർക്കിംഗ് പോയിന്റിലെത്തി കുതിരേനൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ എത്തിയത് ഷാർലറ്റ് ലേക്കിലാണ് കേട്ടോ. ഇതും ഒരു അടിപൊളി സ്ഥലമായിരുന്നേ. ഇവിടെ ഒരിക്കലും എന്തായാലും മിസ് ചെയ്യരുത് നിങ്ങൾ. കാരണം ഭയങ്കര ഒരു ആംബിയൻസ് ആയിരുന്നു. ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുണ്ടോ. കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വെള്ളത്തിലൊക്കെ വന്ന് ഫുള്ള് ആ ഒരു ഫ്ലോൻ്റെ അവിടെ വന്നിരുന്ന് വെള്ളമൊക്കെ നനയാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലേക്ക് എത്തി. ഫുൾ ഫോഗാണ് ലേക്ക്. ലേക്ക് വന്നപ്പോഴാണ് നമ്മളൊരു മിസ് ചെയ്ത 2 പോയിന്റ്, ലോട്ട് പോയിന്റും പിന്നെ ഒരു ടെമ്പിളും ഉണ്ട്. ആ 2 ടെമ്പിളും ഇത് 3 ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ലക്കിയാണ്. നമ്മൾ ഒറ്റ പ്ലേസും നമ്മൾ ലിസ്റ്റിലിട്ടത് മിസ് ചെയ്തിട്ടില്ല. എല്ലാ പ്ലേസും നമ്മൾ കവർ ചെയ്തു. ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ഹോഴ്സ് റൈഡാണ്. റൂട്ട് മോശമായ കാരണം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പേടി വരും. പിന്നെ ഫുൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഫുൾ നല്ല ഫോഗാണ്. ഞാൻ നമ്മുടെ കുട്ടനായിട്ട് പൊക്കോണ്ടിരിക്കും. ഇനി നമുക്ക് ടോയ് ട്രെയിനിലെ കാഴ്ചകളാണ്. ഇപ്പോൾ വഴി ഫുൾ ഫോഗാട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് ഫുൾ ഫോഗാണ്. നല്ല ക്ലൈമറ്റാണ്, ഇരുട്ടായ പോലെ ഫീലാണ്. അങ്ങനെ നമ്മൾ മത്തേരനിലെ ടോയ് ട്രെയിനിൽ എത്തിയിട്ടോ. നമ്മൾ കറക്റ്റ് 5:20 ട്രെയിൻ എടുക്കും. നമ്മൾ 5:10 ഇപ്പോൾ കറക്റ്റ് ടൈമിനാണ് ഇവിടെ എത്തിയത്. അപ്പോഴേക്കും ട്രെയിനൊക്കെ ഫില്ലായിരുന്നു. നമുക്ക് സീറ്റ് നമ്പർ കറക്റ്റ് തരും. നമ്മുടെ D1 1 and 2 ആയിരുന്നു. അപ്പോൾ ഒരു ടിക്കറ്റിന് ചാർജ് 55 രൂപയാണ് വരുന്നത്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ശരിക്കും നമ്മുടെ ആ ഒരു അമ്മാൻ ലോഞ്ചിൽ നിന്നാണെങ്കിലാണ്, അമ്മാൻ ലോഞ്ച് അല്ല, നമ്മുടെ നെരാളിൽ നിന്നാണെങ്കിലാണ് ഏറ്റവും നല്ല അടിപൊളിയായിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു മരത്തിൻ്റെ റൂട്ടിൽ കൂടെ മാത്രമാണ് പോകുന്നുണ്ടായിരുന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അമ്മാൻ ലോഞ്ചിൽ ഇറങ്ങിയിട്ട് ഞാൻ വെറുതെ ആ ഒരു ട്രാക്കിൽ കൂടെയൊക്കെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി നടന്നായിരുന്നു. സോ നമ്മൾ ടോയ് ട്രെയിനിലെ യാത്രയും കൂടെ കഴിഞ്ഞ് നമ്മുടെ മത്തേരൻ ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ്, അടിപൊളിയാണ്. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ മറക്കാണ്ട് നിങ്ങളും പോവുക. അപ്പോൾ അത്രമാത്രം ശ്രദ്ധിക്കാനുള്ളൂ. വേറെ കുറേ അനാവശ്യമായ സ്ഥലങ്ങളുണ്ട്, അതൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പൂനെയിലെ പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു വ്ളോഗിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.